ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണയെ വലിയ ഉപദേശിക്കുന്ന ചേട്ടത്തിയുടെ വായടപ്പിക്കുന്ന നമ്മുടെ കനിയുള്ള കാര്യം പറയുമ്പോഴത്തേക്കും കനിയെ അവരുടെ വീട്ടിലൊരാളായിട്ട് കൂട്ടിയിട്ടില്ല എന്ന് പറയുക. നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ടെന്നും ഈ രാധ അങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ വായടയ്ക്കാൻ ആരും വിചാരിക്കേണ്ടെന്ന് നമ്മുടെ കനി പറയുകയും ചെയ്തു. അന്നേരം രാധ ചമ്മി. എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ എന്നും പറഞ്ഞു. ഒന്നും മിണ്ടാനില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക രാധ. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി നോക്കാൻ പറഞ്ഞു നേരത്തേനും ലില്ലി ആൻറ്റി. ഇനി ആളുകളും കയറി വരുന്ന ഒരു സമയമാണ് ഈ വീട് ചുമ്മാ അലമ്പാക്കരുതെന്നും പറഞ്ഞ് ആൻറ്റി ഇവരെല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പുറം മാറിയിരുന്ന കനിയും അതുപോലെ കല്ലും ഒക്കെ കൂടി ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ ജോണേട്ടനും ഇരിപ്പുണ്ട്. അപ്പോൾ ജോണേട്ടൻ ഇങ്ങനെ ഇവരുടെ അരികിൽ ഇരിക്കുകയല്ലേ, ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാഷ് വരുന്നത്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹലോ എന്നും പറഞ്ഞുകൂടി ചെന്ന് എല്ലാവരും മഞ്ഞയൊക്കെ ഇട്ടിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കല്ലു അകത്തേക്ക് പോകുമ്പം അല്ല കനി പണി മുടങ്ങിയോന്ന് ചോദിച്ചു. അല്ല കല്ലുവിൻ്റെ കയ്യിലേ കനിക താജ്മഹൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ നേരെ നമ്മുടെ ജോണ്. ആ സമയത്ത് തൊട്ടരികിൽ നമ്മുടെ ടീച്ചറും ഇരിപ്പുണ്ട്. അപ്പോൾ മാഷി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സാറിനെ വിളിച്ചവിടെ ഇരുത്തി. അപ്പോൾ ജോണേട്ടാ നിങ്ങൾ എന്നെ ട്രോളിന്നാണോ എന്ന് കനി ജോണിനോട് ചോദിച്ചു. ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ എന്ന് പറയുമ്പം ഓ ആർട്ടിസ്റ്റും കൂടി, അപ്പോൾ വേറെന്തൊക്കെയാണ് ഉള്ളത് എന്ന് ജോൺ നമ്മുടെ കനിയോട് ചോദിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ റൈഡർ, മൗണ്ടനെയർ, പിന്നെ അങ്ങനെ കുറേ ഉണ്ട് എന്ന് കനി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ജോൺ ഇങ്ങനെ നോക്കുവാണേ. ഓഹോ അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, പതുക്കെ അറിയാം എന്ന് കനി. അപ്പോൾ ടോയ്ലറ്റ് ഫിലോസഫർ, അത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാർ ഇരുന്ന് പറയുക. അപ്പോഴത്തേക്കും നീ അങ്ങോട്ടേക്ക് വീണ വന്നു. മിഥുൻ സാറേ ടീച്ചറെ പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീണേ കെട്ടിയന്മാരായാലേ ഇങ്ങനെ വേണമെന്നും പറഞ്ഞിങ്ങനെ പറയാം എന്നും പറഞ്ഞു നേരത്തേക്ക് നോക്കുക നമ്മുടെ മാഷിനെ. നീനയ്ക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതിന് ശേഷം മിഥുൻ സാറ് നീനയുടെ അടുത്ത് നിന്നും മാറിയിട്ടില്ല എന്ന കാര്യമൊക്കെ മേരി ടീച്ചർ ഇങ്ങനെ പറയുക. അപ്പോൾ സാർ അതൊരവസരമായി എടുക്കുമെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനി നേരം പറഞ്ഞു. പിന്നെ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, വീണയും വാരി ഒക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നല്ലൊരു അടിപൊളി സാരിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മിഥുൻ സാറ് വീണയ്ക്ക് കൊടുത്തു. വീണ അത് നോക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറും വീണയും കൂടി ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചറെ എങ്ങനെയുണ്ട് ടീച്ചറെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീണേ മോളെ ഞാനേ മിഥുൻ സാറിൻ്റെയും നീന ടീച്ചറിനെയും പഴയ സൗഹൃദമൊക്കെ ആലോചിക്കും ഇടയ്ക്കെന്നൊക്കെ അന്നേരം ടീച്ചർ ഇരുന്ന് പറയാം. ഞാൻ തന്നെ അറിയാതിരുന്ന് ചിരിച്ചു പോകുമെന്നും പറഞ്ഞു. അങ്ങനെ അവർ അന്നത്തെ കാലത്തെ ആ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അന്ന് രണ്ടുപേരും ഭയങ്കര ബോൾഡ് ആൾക്കാരായിരുന്നു എന്നും അവർക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ അവർ ഇടപെടില്ലായിരുന്നു എന്നും എന്നിട്ട് ഇപ്പം എന്തായി എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ പറയുമ്പം അതെ എന്നും പറഞ്ഞ് വീണ നിൽക്കുക. അപ്പോൾ എൻ്റെ പൊന്നു ടീച്ചർ അതൊന്നും വിട് എന്ന് മിഥുൻ സാറ് മേരി ടീച്ചറിനോട്. കനിയും കല്ലും അവിടെ മൈലാഞ്ചി തന്നെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നു. ഈ സമയത്ത് ഞാനേ നീനെ വീഡിയോ കോളിൽ വിളിക്കാം എന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു വീണ. അങ്ങനെ ഫോൺ എടുത്ത് സാരി വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം മിഥുൻ സാറ് തന്ന ഒരു അടിപൊളി സാരി എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. സാരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിടി എന്ന് പറയുമ്പം നിനക്കത് നന്നായിട്ട് ചേരുമെന്ന് നീന പറയണേ. അല്ല സാരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയുമ്പോൾ മിഥുൻ സാറിൻ്റെ സെലക്ഷൻ ഒട്ടും മോശമാവില്ല എന്നൊരു കൗണ്ടറാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് വീണ പറയാൻ നീനയോട്. നിന്റെ പഴയ കൗണ്ടർ പണിയൊക്കെ എവിടെയാണ് ചോദിക്കുമ്പോൾ പോടി, പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരുമെന്നും നീ നോക്കിക്കോളാനും നീന വീണയോട് പറയാം. വാ എന്നും പറഞ്ഞ് വീണ. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ക്ഷീണമൊക്കെ കുറവുണ്ടോയെന്ന് ചോദിച്ചു. ഇപ്പം നല്ല കുറവുണ്ട്, പിന്നെ നീ കൊണ്ടുവന്നതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് നീന പറയുക. അത് മിഥുൻ സാറിന് കൂടി കൊടുത്താലേ അദ്ദേഹം വാങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാർ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നു. പിന്നെ വീണ്ടും സാറിനോട് കഴിക്കരുതെന്ന് വാൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം എന്താ മിഥുൻ സാറേ ഇത്, നമ്മൾ പറയുന്ന കളിതമാശയ്ക്കൊക്കെ കാര്യമായിട്ട് എടുക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിലും ടീച്ചർ അതൊന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു സാറ്. അപ്പോഴേക്കും നമ്മുടെ കനി ഹലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓക്കെ അല്ലേ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് ചെല്ലുക കേട്ടോ. അപ്പോൾ ഓക്കെയാണ് കനി, സുഖമല്ലേ നിനക്കെന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് കനി നിൽക്കാം. പിന്നെ പോകുമ്പോൾ ഞാൻ അതുവഴി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശരി നേരിൽ കാണാൻ കനി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ കാണാം. എടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഞാൻ ഈ സാരി എടുത്തിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടുത്തിട്ട് നീ ഒരു ഫോട്ടോ ഇടണം എന്ന് പറഞ്ഞു നീന. അത് പിന്നെ ഇടാതിരിക്കുമെന്ന് വീണ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാരി എടുത്തിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ കനിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ രണ്ടുപേരും സാരി ഉടുക്കാൻ പോയി. ഈ സമയത്ത് നീന വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് വീണയെ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് കനി വീഡിയോ കോൾ വീണ്ടും നീനയെ വിളിച്ചു. അപ്പോൾ വീണ സാരി ഉടുത്തു കാണണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ സസ്പെൻസ് ഇടാതെ കാണിക്കണ്ട കനി എന്ന് നീന.
അങ്ങനെ ദേ കാണിച്ചു കൊടുത്തു. അടിപൊളി സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഉടുപ്പിച്ച് കൊടുത്ത ആൾക്ക് എന്താ അഭിനന്ദനങ്ങളൊന്നും ഇല്ലേ എന്ന് കനി. അപ്പം അയ്യടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ അപ്പം നന്നായി കനി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ അയക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം അയക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ ടേക്ക് കെയർടാ, ഓക്കെടാ എന്നും പറഞ്ഞു ബബായിയൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ കുറേ കീടങ്ങളുണ്ടല്ലോ ആ വീട്ടിൽ, അവരുടെ മുഖത്ത് മാത്രം സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവരെല്ലാവരും ഇങ്ങനെ കുശുമ്പ് പേർത്തി ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ബാക്കി വന്നവരെല്ലാവരും വീണയ്ക്ക് സമ്മാന പൊതികളും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ സ്കൂളിലെ ചില ടീച്ചർമാരും സാർമാരൊക്കെ ഉണ്ട് വീണയോട് കുശുമ്പുള്ളവർ. അപ്പോൾ അവരും അതുപോലെ തന്നെ. അപ്പോൾ മേരി ടീച്ചർ ഓരോന്നൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മേരിക്കുട്ടി ടീച്ചറേ, അതെ നാവിൽ വരുന്നത് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ഗ്യാസ് തട്ടി നിൽക്കുന്നത് പോലെ ഒരു ഏനക്കേടാണെന്ന് നമ്മുടെ ടീച്ചർ അല്ലേ സുനി? ടീച്ചറെ പറയേണ്ട സമയത്ത് പറയണമെന്ന് പറഞ്ഞു സുനിയും പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മേരി ടീച്ചർ പിന്നെ ദേ കയ്യിലുണ്ടായിരുന്ന സമ്മാനം അവരും എടുത്തങ്ങ് കൊടുത്തു. അങ്ങനെ വീണയ്ക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് അമ്മയുടെ കാര്യങ്ങൾ കല്ലു വന്നിങ്ങനെ വീണയോട് പറയുക. ആ സമയത്ത് ഈ പരിസരത്തൊക്കെ ആൾക്കാരുണ്ട്. അതുമാത്രമല്ല കുഞ്ഞി എങ്ങോട്ട് മാറിയാലും എല്ലാവരും കുഞ്ഞെ ശ്രദ്ധിക്കുമെന്നും കല്ലു പതുക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. നീ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കുക കല്ലു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വല്യമാമ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ദക്ഷിണ കൊടുക്കാനായിട്ട് എടുത്ത സമയത്ത് ആദ്യം അമ്മയ്ക്ക് കൊടുക്കാൻ വല്യമാമ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. അതായത് കല്ലുവിന്, നമ്മുടെ മേരി ടീച്ചർക്ക് ഒക്കെ ഭയങ്കര ടെൻഷൻ വീണയ്ക്ക്. അപ്പോൾ അത് വേണം വല്യമാമയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവളില്ലെന്ന് കരുതി അവൾക്കല്ലേ ആദ്യം ദക്ഷിണ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോട്ടോയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ദക്ഷിണ വെക്കുക. ഈ സമയത്ത് അവിടെ മുകളിൽ ടീച്ചർ ഭയങ്കര എന്തോ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ, ഭയങ്കര വിഷമത്തോടു കൂടി. ഇപ്പം എന്തൊക്കെയോ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹേഷും രാധയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ടും അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് വല്യമാമ നമ്മുടെ വീണയ്ക്ക് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ കല്ലുവിൻ്റെ ഫോണിലേക്ക് ലച്ചുവിനെ ഫോണിൽ വിളിച്ചു. അത് കഴിഞ്ഞ് ലച്ചുവിൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ലച്ചുവായിട്ട് വിളിച്ചു സംസാരിച്ചു, അനുഗ്രഹമൊക്കെ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മുടെ വീണയ്ക്ക് അനുഗ്രഹം കൊടുക്കണു, അതുപോലെ സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുവാണ്. വിഷ്ണുവിന് ദക്ഷിണ കൊടുത്തു, വിഷ്ണുവിൻ്റെ അനുഗ്രഹം മേടിച്ചു, രാധയുടെ, മകേഷിൻ്റെ, രേണുവിൻ്റെ എല്ലാവരുടെ അനുഗ്രഹവും മേടിച്ചു. ഈ ഒരു സമയത്ത് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ മുകളിൽ തന്നെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അതിനുശേഷം പിന്നെ മുറിയിൽ വീണ ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് കണ്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഈ വീണ ആഭരണങ്ങളൊന്നും ഒത്തിരി അണിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റിയുള്ള കാരണങ്ങളൊക്കെ തിരക്കി ചില ചേച്ചിമാർ വരുന്നു. അപ്പോൾ വീണ പറഞ്ഞു എനിക്ക് ഒരുപാട് ആഭരണത്തിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ചേച്ചി. അപ്പോഴേക്കും കനി അങ്ങോട്ടേക്ക് വന്നു. എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. കുറച്ച് നേരമായി. എന്നാൽ പിന്നെ ഞാൻ പുറത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ ചേച്ചി പുറത്തേക്ക് പോയി. ആ സമയത്ത് നിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എന്ന് വീണ കനിയോട് ചോദിക്കുക. എല്ലാ പണികളും കഴിഞ്ഞെന്ന് പറയുമ്പം എന്നാൽ ഞാൻ വേറെ പണി തരാം, നീ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ ഭൂതാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ വീണ പറയാം. അയ്യടാ എന്നും പറഞ്ഞ് കനി നീ മോളിച്ചേച്ചി കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു, നേരിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു എന്ന് കനി പറഞ്ഞു കേട്ടോ. പിന്നെ വീണക്കുട്ടി തന്ന പുത്തൻ സാരി ഉടുത്ത് തന്നെ കല്യാണത്തിന് വരണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ പോരേന്ന് ചോദിച്ചു. അവർ വരുമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങും എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ച് ഞാൻ വിളിച്ചപ്പോഴാണ് ചേച്ചി എന്തോ കാറ്ററിംഗ് യൂണിറ്റിലെ ജോലിയെന്ന് ഞാൻ അറിഞ്ഞതെന്നും പിന്നെ ഇന്ന് വന്ന് നാളെ ലീവ് എടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് അതാ ഞാൻ നിന്നോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞതെന്നും വീണ പറയാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ സാരി കൊടുത്തപ്പോൾ മോളി ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞടി, പാവടി, ഒത്തിരി സന്തോഷമായിടി എന്നൊക്കെ പറഞ്ഞ് കനി ഇങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളും വീണയോട് പറയുവാണേ. അങ്ങനെ വീണ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല നീ ഈ സാരി കൊടുത്തിട്ടാണോ ഹൽദിക്കിരിക്കാൻ പോകുന്നതെന്ന് കനി ചോദിക്കുമ്പം ഈ സാരിക്ക് എന്താടി കുഴപ്പം, എല്ലാവരും പറഞ്ഞല്ലോ നല്ല രസമുണ്ടെന്ന്. സാരിയൊക്കെ അടിപൊളി തന്നെയാണ്, പക്ഷേ ഹൽദിക്ക് സാരി ഉടുത്തിരിക്കുന്നത് തിരുക്കടുപ്പല്ലേ. എനിക്ക് ഹൽദി തന്നെ ഒരു വല്ലായ്മയാണ്. അന്നേരവാ ഈ രേണു എടുത്തിട്ട് ഓരോ കോപ്രായങ്ങൾ. ഞാനൊന്നും ഇല്ല ഈ ഹൽദിക്ക് എന്നൊക്കെ രേണു പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി, അവരെല്ലാവരും കൂടെ ചേർന്നു ഓരെന്നാലും ഇല്ല, നീ ഒന്ന് പോകാൻ നോക്കിക്കേ, പെണ്ണില്ലാണ്ട് എങ്ങനെ ഹൽദി അടി വീണ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ കനി വിളിച്ചുകൊണ്ടിരിക്കുക. വീണയാണെങ്കിൽ ഒന്നിനും ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് കനി ഒരു പൊട്ടൊക്കെ കുത്തി ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയാണെന്നൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കി എങ്ങനെ ഇരിക്കുന്നു. ആ ഒരു സമയത്ത് പിന്നെ ദേ അതായത് രേണുവും പിള്ളേരും കൂടെ അതിലെ ക്യാമറയും പിടിച്ച് ഓടി നടക്കുക. ഇന്ന് വരുന്നവരെല്ലാവരും ഞെട്ടിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് കല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദേ അകത്തും പുറത്തുമൊക്കെ നല്ല വിഷ്വൽസ് കിട്ടും, നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കല്ലു.
അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരാമെന്ന് പിള്ളേർ രേണുവിനോട് പറയും. പക്ഷേ കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ കുഴിമന്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഒന്ന് കുട്ടികൾ. അതൊക്കെ വാങ്ങിച്ച് തരാം. അതെ, ഞാൻ പറഞ്ഞാൽ വീണ കേൾക്കത്തില്ല, നിങ്ങൾ പറയണം, എൻ്റെ കാര്യം നിങ്ങൾ സെറ്റാക്കണമെന്ന് രേണു പിള്ളേരെ ജാമ്യം നിർത്തുക. അതിന് ശേഷം പിന്നെ എല്ലാം ഓക്കെ ആക്കി തരണമെന്നും പറഞ്ഞ് രേണു കുറച്ച് വീഡിയോസും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിള്ളേർ ചെവിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഏതാണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കല്ല് പോയി വീണയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണയോട് രഹസ്യം പറയാനായിട്ട്. അപ്പോൾ എന്താ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ, പ്ലീസ് കുഞ്ഞാ, ഞങ്ങളുടെ പൊന്നു കുഞ്ഞനല്ലേ, വെറുതെ ഒന്ന് ഇരുന്ന് തന്നാൽ മാത്രം മതി കുഞ്ഞാ എന്നൊക്കെ പറഞ്ഞ പിള്ളേര്. നിന്നെയൊക്കെ എങ്ങനെ നമ്പുപിടി ഞാൻ എന്ന് നമ്മുടെ വീണ ചോദിക്കുക. അപ്പോഴത്തേക്കും കല്ലും ഹൽദി എന്ന് പറഞ്ഞ് ആരെങ്കിലും കുഞ്ഞിയെ കുറച്ച് മഞ്ഞൾ തേച്ചാലേ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് കല്ല് പറഞ്ഞു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഒന്ന് കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം പുറകിൽ നിന്ന് ക്യാമറയും പിടിച്ച് നമ്മുടെ രേണു കണ്ടുകൊണ്ട് നിൽക്കുക. രേണുവിന് സമാധാനമായി. നമ്മുടെ വീണ കുറച്ച് സമ്മതിച്ചല്ലോ. അപ്പോൾ പ്ലീസ് കുഞ്ഞാ എന്ന് പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെറ്റാവാം എന്നിങ്ങനെ നമ്മുടെ വീണ പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ആരെങ്കിലും മഞ്ഞളൊക്കെ ആയിട്ട് വരുമ്പോഴേ ദേഷ്യം കൊണ്ട് അവരാരും അടിച്ചേക്കരുത് കേട്ടോ, എല്ലാം ഒരു ഓളത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. പ്ലീസ് കുഞ്ഞാ, ഇന്നത്തേക്ക് മാത്രം ഒന്ന് ക്ഷമിക്കുക കുഞ്ഞാ, പ്ലീസ് കുഞ്ഞാന്നും പറഞ്ഞ് കല്ലു. രേണു ചെവി വട്ടം പിടിച്ചിങ്ങനെ എന്താ അവിടെ പറയുന്നതെന്ന് അറിയാനേ. പ്ലീസ് കുഞ്ഞാ പ്ലീസ് എന്നും പറഞ്ഞ് കല്ലുമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫോണൊക്കെ ഒടിച്ച് മുടക്കി കയ്യിൽ പിടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം, വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ രേണു. അപ്പോൾ ഈ ഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞു. ഇത് മാറ്റിയിട്ട് ഞാൻ വേറെ ഏതായിരുന്നേ, അതൊരു മഞ്ഞ ഡ്രസ്സാണ്, അത് കുഞ്ഞിന് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം ഈ വീണ അതിന് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞാൽ കുഞ്ഞൻ കേൾക്കില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലു ദേ ഒന്നും ഞാനിനി ചെയ്തു തരില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ കല്ലു ഇരിക്കുക. അങ്ങനെ കല്ലു ഇല്ലെങ്കിൽ വീണയ്ക്ക് ഒരു കാര്യവും നടക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കല്ലു പറഞ്ഞപ്പോൾ വീണ കല്ലുവിൻ്റെ വരുതിക്ക് ചെന്നു. അങ്ങനെ എന്തായാലും കല്യാണം നല്ല കളർഫുൾ ആക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റ് എപ്പിസോഡുമായിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കഥ വരാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.